എന്താണോ തനി കാണിക്കുന്നത്? അറിഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും തന്നെ മണിക്കൂറുകളോളം കാത്തിരിപ്പിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി താൻ എന്നോട് കർശനമായി തർക്കുത്തരം പറഞ്ഞത്. പക്ഷെ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് സുജു. എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. പ്രണയിക്കുന്നവരുടെ മനസ്സ് തകർക്കാൻ ഈ നമ്പറുകളാണ് പലരും പയറ്റുന്നത്. താനിതിൽ വീണു പോവോ എനിക്കെതിരെ ചിന്തിച്ചിട്ട്? ഇല്ല. താങ്ക്സ്. ഇന്നലത്തെ കാര്യത്തിൽ പൂർണ്ണ നിരപരാധിയാണെങ്കിലും തനിക്ക് ഇത്രയേറെ സങ്കടം വന്ന നിലയ്ക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ ആം സോറി. താൻ എന്നോട് നന്നായിട്ട് പഠിക്ക്. സുദർശൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. അല്ല, ഇന്നാള് മലക്കറി വാങ്ങിയിട്ട് അവിയൽ വെച്ചോ സാമ്പാർ വെച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? വെജിറ്റബിൾസ് നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? വെജിറ്റബിൾസാ? അതെ, വെജിറ്റബിൾസ് മലക്കറി. അല്ല, അവിയലായിരുന്നാലും സാമ്പാറായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഉറപ്പാ. അത് വാങ്ങാൻ കൂട്ടുപോയത് ചില്ലറക്കാരനല്ലല്ലോ, സാക്ഷാൽ രവിചന്ദ്രവർമ്മനല്ലേ? രവിചന്ദ്രവർമ്മൻ? അതെ, ഇന്നാളൊരു ദിവസം നിങ്ങളുടെ മോളെ അയാളെയും കൂടി ഞാൻ ചന്തയെ വെച്ച് കണ്ടു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നും പറയാം. കാരണം നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഈ അവിഹിത ബന്ധം. ത്രിവിക്രമ, അയ്യോ, എന്നെ ചാടിക്കടിക്കാൻ വരല്ലേ ചേട്ടാ. ഞാൻ കണ്ണി കണ്ടത് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ കണ്ടത് വെജിറ്റബിൾ മാർക്കറ്റിലാണെങ്കിൽ മറ്റൊരിക്കൽ കണ്ടത് പാർക്കിലാ. പിന്നെ അമ്പലനടയില്, റെസ്റ്റോറന്റില് പറയാൻ തുടങ്ങിയ തീരൂല്ല. പിന്നെന്താന്ന് വെച്ചാ ദോഷം പറയരുതല്ലോ. കാണുന്ന കാഴ്ച ഒരു കാഴ്ച തന്നെയാ. നമ്മുടെ രവിവർമ്മൻ മുതലാളി കോട്ടൊക്കെ ഇട്ട് ഗമയിൽ അങ്ങനെ നടക്കും. ചേട്ടന്റെ പുന്നാര മോളാണെങ്കിൽ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ കാണേണ്ട കാഴ്ച തന്നെയാണ് എന്റെ സുദർശൻ ചേട്ടാ. സർ, പ്ലീസ് സർ, അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോ അല്പം റിലാക്സ് ചെയ്ത് മനസ്സ് നല്ല ശാന്തമായി സംസാരിക്കാവോ? ഇപ്പോ ഈ ടെൻഷനില് വേണ്ട അത്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മനസ്സ് ശാന്തമാണ്. ഐ ആം കൂൾ, അബ്സല്യൂട്ട്ലി അണ്ടർ കൺട്രോൾ. ഹലോ അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അച്ഛനോ? ഭാര്യയുടെ അച്ഛൻ അമ്മാവനാ, അങ്കിൾ. ഏതായാലും കൊള്ളാം, തുടക്കം തന്നെ ഗംഭീരായിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്? എല്ലാം കയ്യിന്ന് പോകുന്ന അവസ്ഥയാണല്ലോ. അതെ, കയ്യിന്ന് പോവും. എന്നോട് സാർ എപ്പോഴും വലിയ ഗമയില് പറയുമല്ലോ, അച്ഛനോട് പറ അച്ഛനോട് പറയാന്ന്. ഞാനത് പറയാൻ വേണ്ടി എത്ര ദിവസമായിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണെന്ന് അറിയോ? അമ്മാവനെ കയറി അച്ഛാന്ന് വിളിക്കുന്നു, മോനേന്ന് വിളിക്കാത്ത മഹാഭാഗ്യം. അതൊക്കെ പഴയ ഫോർമാലിറ്റീസ് ആണ്. ഇപ്പോഴൊക്കെ ഭാര്യയുടെ അച്ഛനെയും എല്ലാവരും അച്ഛാന്നാ വിളിക്കാറ്. ഭാര്യയുടെ അമ്മയെ അമ്മയെന്ന്, ഭാര്യമാർ തിരിച്ചും. വെളിയിലൊരു ഇന്റിമസി കൂടുകയുള്ളൂ. ഏതായാലും ഞാൻ എന്റെ ഈ സാഹസം മതിയാക്കി. ഇനി നേരിട്ട് താൻ തന്നെ സംസാരിച്ചാൽ മതി. പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട് തന്റെ ധൈര്യത്തിന്. സർ, ഞാൻ അത് പിന്നെ ഒരു പിന്നെ മുന്നേ ഇല്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. താൻ ധൈര്യമായിട്ട് സംസാരിക്കണോ? ഞാനിവിടെ തൊട്ടടുത്തില്ലേ. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതാൻ. പ്ലീസ്. ശരി, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ചോറെടുത്തല്ലേ ഉച്ചയ്ക്ക് കഴിക്കാൻ? നീ എന്താ ഒരിക്കലും ഇല്ലാതെ ഫോൺ വിളിച്ച് ഇപ്പൊ നിനക്ക് ചോദിക്കുന്നത്? എന്താ എന്ത് പറ്റി നിനക്ക്?
അത് അച്ഛാ, എനിക്ക് അച്ഛന്റെ അടുത്ത് ഒരല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അർജന്റാ. അയ്യോ ഇപ്പൊ പറ്റില്ലല്ലോ മോളെ. കടയിൽ പുതിയ സ്റ്റോക്ക് വന്നു. അതിന്റെ ചില നെട്ടോട്ടങ്ങളാ ഇവിടെ. നല്ല പണിയുണ്ട്. ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമല്ലോ, അപ്പൊ സംസാരിക്കാം നമുക്ക്. എന്താ അതുപോലെ? എനിക്ക് സംസാരിക്കാം. അല്ല അത് അച്ഛാ എനിക്കല്ല. അത് പിന്നെ രവി സാറിന് അച്ഛനോട് സംസാരിക്കണം എന്നാ പറഞ്ഞത്. അച്ഛൻ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്? ഞാനെന്താ അത്രയ്ക്ക് വലിയ ആളാണോ അപ്പോയിന്റ്മെന്റ് ഒക്കെ ചോദിച്ച് സംസാരിക്കാൻ? നമ്മളൊരു പാവം കടയിലെ എടുത്തുകൊടുപ്പുകാരനാ, അല്ലാതെ മുതലാളിയല്ല. തന്റെ ഭാവിയെ പറ്റി സംസാരിക്കാനാണെന്ന് പറയാൻ. അച്ഛാ, സാറിന് സംസാരിക്കാനുള്ളത് എന്റെ ഭാവിയെ കുറിച്ചാണെന്നാ പറയുന്നത്. ഭാവിയെ കുറിച്ചോ? അതിന് നിന്റെ ഭാവിയെ പറ്റി ചിന്തിക്കാനും തീരുമാനിക്കാനും നിന്റെ അച്ഛനായ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു രവിചന്ദ്രവർമ്മനും അതിലൊരു കാര്യമില്ല. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. Sir? Sir? Is everything all right? ഐ ഹോപ്പ് സോ. എന്താ, എന്തെങ്കിലും സംഭവിക്കണമായിരുന്നോ തനിക്കിവിടെ? ഏയ് അങ്ങനെയല്ല. ഐ എം സോറി. സാർ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ശരി, ആയിക്കോട്ടെ. താനാദ്യം വന്ന കാര്യം പറയൂ. ഇതില് സാറിന്റെ ഒരു സൈൻ വേണമായിരുന്നു. ദാ സാർ. സാർ, ഇത് പണ്ട് സാർ എനിക്ക് തന്ന ഗിഫ്റ്റാ. മനസ്സിലായി. താനിതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ തന്ന പേന ഉപയോഗിച്ച് താൻ എനിക്ക് തന്നെ പാര പണിഞ്ഞു എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമമുള്ളത്. ഞാൻ സാറിന് പാര പണിഞ്ഞെന്നോ? സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ആലോചിച്ചാ മതി, മനസ്സിലാവും. താൻ കേട്ടിട്ടില്ലേ, പെൻ ഈസ് മൈറ്റർ ദാൻ സോഡ് എന്നാണ്. വേറൊരർത്ഥത്തിൽ ഇവിടെ താനും അത് പ്രൂവ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിശ്വാസത്തെ തകർക്കാൻ തനിക്കെന്നല്ല ആർക്കും കഴിയില്ല സാൻഡ്ര. ദാറ്റ്സ് ഓൺലി യുവർ ഉട്ടോപ്യൻ ഡ്രീം. നിഷ്ഫല സ്വപ്നം മാത്രം. എനിക്കെല്ലാത്തിലും പ്രധാനം വിശ്വാസമാണ്. തനിക്ക് വേണ്ടിയിരുന്ന ഇതല്ലേ ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ അകന്നു പോകൽ. ഇപ്പൊ സമാധാനമായോ? ഇനി തനിക്ക് പോവാം. ജസ്റ്റ് ലീവ് മീ അലോൺ പ്ലീസ്. Sir, I'm really sorry. I don't mean any harm. Wrong! തകർച്ച മാത്രമേ താൻ ആഗ്രഹിച്ചുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, പ്രണയത്തിന്റെ, ജീവിതത്തിന്റെ തകർച്ച മാത്രം. But that won't happen, Sandra madam, and I bid you the same. Now you can go. Sir, ഞാനത്. Get out, I say! Out! മോള് ഫോണിൽ പറഞ്ഞൊന്നും മോളുടെ വാക്കല്ലെന്ന് എനിക്കറിയാം. നീ ഇപ്പോഴും എനിക്കൊരു കൊച്ചുകുട്ടിയാ. ഏതായാലും ആ സംസാരമൊക്കെ കഴിഞ്ഞു. മോളത് മറന്നേക്ക്. നടന്നൊക്കെ മറക്കാച്ചാ, പക്ഷേ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റോ? അതാ സാറ്.
ഉറപ്പായും ചിന്തിക്കണം മോളെ, ഉറപ്പായും. 20 വയസ്സാകുമ്പോ ലോകത്തെക്കുറിച്ച് മുഴുവനും തനിക്കറിയാമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ജീവിതത്തിന് മുൻപിൽ ഈ 20 വർഷം വളരെ ചെറുതാണ് മോളെ, വളരെ വളരെ ചെറുത്. ആളുകൾ നമ്മളെ പലതും ഉപദേശിക്കും. എല്ലാം നമ്മൾ കാര്യമായിട്ട് എടുക്കണമെന്നില്ല. പണ്ട് നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെ ടവലിൽ പൊതിഞ്ഞു കൊണ്ടുപോയാൽ കുഞ്ഞിന് ചൂടെടുക്കില്ലേ എന്ന് ചിലർ ചോദിക്കും. എന്നാ പൊതിയാതിരുന്ന കുഞ്ഞ് തണുത്ത് വിറക്കില്ലെന്നാവും മറ്റു ചിലരുടെ ചോദ്യം. നമ്മൾ ആരുടെ വാക്ക് കേൾക്കും? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കാനാവില്ലെന്ന്. ജന്മം കൊടുത്ത അച്ഛനും അമ്മയ്ക്കും അറിയാം സ്വന്തം കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന്. അതിന് മറ്റുള്ളവരുടെ ഉപദേശം വേണ്ട. അതുകൊണ്ട് തൽക്കാലം മോൾ ആരുടെ വാക്കും കേൾക്കാൻ നിൽക്കണ്ട. മോൾക്ക് എന്ത് വേണം, എങ്ങനെ വേണമെന്ന് മോള് തന്നെ ചിന്തിച്ച് തീരുമാനിച്ചാ മതി. എനിക്ക് എന്ത് വേണമെന്നും എനിക്ക് ആര് വേണമെന്നും പറയാനാ ഇപ്പൊ ഞാൻ വന്നത്. പക്ഷെ അച്ഛൻ എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും പറയാതെ മടങ്ങാം, അത്ര തന്നെ. തകർച്ച മാത്രമേ താൻ ആഗ്രഹിച്ചുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ, സൗഹൃദത്തിന്റെ, പ്രണയത്തിന്റെ, ജീവിതത്തിന്റെ തകർച്ച മാത്രം. But that won't happen, Sandra madam, and I bid you the same. ഈ ഓഫീസ് ഒരു നരകമാണ്. മരിക്കാതെ നരകത്തിലായ അവസ്ഥയിൽ ഞാനും. സാറിന്റെ കൂടെ എപ്പോഴും അവളെ കാണുന്നതാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയും. 10 വർഷമായി സാറിനോടുള്ള ഇഷ്ടം ഞാൻ മറച്ചു വെച്ചതിനുള്ള ശിക്ഷയായത്. ഇപ്പൊ സാറിന്റെ മുമ്പിലും അവളുടെ മുമ്പിലും ഞാനൊരു ജോക്കറായി കഴിഞ്ഞു, ഒരു തമാശ കഥാപാത്രം. എനിക്ക് ഈ ഗതി വരാൻ അവൾ ഒരാള് മാത്രമാണ് കാരണം. അർഹിക്കുന്നതിനേക്കാൾ വലിയ അംഗീകാരം കിട്ടിയ അവൾ ഒരാള് മാത്രം. ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അനുവദിക്കില്ല ഈ സാന്ദ്ര. യു വിൽ പേ ഫോർ ഇറ്റ് ശ്രീലക്ഷ്മി, യു വിൽ പേ ഫോർ ഇറ്റ്. അത് ഈ സാൻഡ്രയുടെ തീരുമാനമാണ്. ഐ ഡോണ്ട് നോ. അറിഞ്ഞുകൂടാ അതാരാണെന്ന്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവും. ഇതിന് ഇക്കി എന്ന് പേരിട്ടത് പോലും അവരാ. എന്നാലും ഓർമ്മ കിട്ടുന്നില്ലല്ലോ, ആരായിരിക്കും? അതാരായിരിക്കും? ഛേ ഛേ ഓർമ്മ കിട്ടുന്നില്ല. ആരായിരിക്കും അത്? Come on, Raghu. Stay cool. Relax. വർത്തമാനകാലത്ത് ജീവിക്ക്. ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ആഫ്റ്റർ ഓൾ ഇത് ജസ്റ്റ് ഒരു ഫുട്ബോൾ അല്ലേ. We can buy it from anywhere. No, Rega, no. അങ്ങനെ പറയരുത്. You can't buy from anywhere. ഇത് എന്റെ ജീവിതമാണ്. ഇറ്റ്സ് മൈ ലൈഫ്. സമ്മതം. ഒരു ചാനലുകാരനും ഇത് കണി പോലും കാണില്ല. ത്രിവിക്രമന്റെ ഉറപ്പാ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ. ഈ വീഡിയോ കാരണം നമ്മുടെ രവിവർമ്മൻ സാറിന് ഒരിടത്തും ഒരിക്കലും ഒരു ബാഡ് ഇമേജ് ഉണ്ടാകാൻ പാടില്ല. എന്താ, സമ്മതിച്ചോ? അയ്യോ, അതൊരു പാരയാണല്ലോ. ഇതിനേക്കാൾ ഭേദം മാഡം ആ വീഡിയോ അയച്ചു തരാതിരിക്കുന്നതാണ്. അല്ല മാഡം, ഒരു സംശയം. മാഡം അങ്ങനെയൊക്കെ ചെയ്യില്ലെന്ന് പറയുന്നുണ്ടല്ലോ. മാഡത്തിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറയൂ മാഡം, തുറന്നു പറയൂ, ഞാൻ കേക്കട്ടെ.
വേറെ ഒരുപാട് ഐഡിയകളൊന്നുമില്ല, ഒരൊറ്റ ഐഡിയ മാത്രം. ശ്രീലക്ഷ്മി എന്ന അഹങ്കാരിയുടെ ലോകം ആ നീരേറ്റ് കോളനിയിൽ മാത്രമായിട്ട് ഒതുങ്ങണം. അതിനപ്പുറം അവള് വളരാൻ പാടില്ല. പ്രത്യേകിച്ചും വർമ്മൻ ഗ്രൂപ്പിൽ അവൾ എനിക്ക് മുന്നിൽ വന്ന് നിവർന്നു നിൽക്കാൻ പാടില്ല. എനിക്ക് അത്രേ വേണ്ടു. അല്ലാതെ അവളെ നിങ്ങൾ നിങ്ങളുടെ മരുമകളാക്കുകയോ എന്ത് മണ്ണാങ്കട്ട ആക്കുകയോ ചെയ്തോ. മറിച്ച് ആ വൃത്തികെട്ടവള് എന്റെ ഒരു രവിവർമ്മൻ സാറിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് നൗ. ഇപ്പൊ കാര്യം പിടികിട്ടി മാഡം. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഇനി ഞാനൊരു സത്യം പറയട്ടെ. മാഡം ഇപ്പൊ എന്തു പറഞ്ഞു? കൃത്യം കൃത്യം. അത് തന്നെയാ എനിക്കും വേണ്ടത്. ഫീൽഡ് വിസിറ്റിന് ഇറങ്ങിയതല്ലേ? കഴിഞ്ഞോ കാര്യങ്ങൾ? ഞാൻ കള്ളം പറഞ്ഞതല്ല സർ. ഫീൽഡ് വിസിറ്റിന് തന്നെയാ ഇറങ്ങിയത്. താൻ കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. ഇടക്കൊന്നു കടയിൽ കയറിയെന്നല്ലേ ഉള്ളൂ. ഏതിനും അച്ഛൻ്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോ തനിക്ക് സമാധാനമല്ലോ. അറിയോ ഓക്കെ? നോ സർ, ഞാൻ ഓക്കെ അല്ല. ഐ എം സോറി. അതിന് സോറി എന്തിനാ? എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞു. ഞാൻ തന്നെ പിന്നാലെ വന്നതും അതിനുവേണ്ടിയാ. ടെൻഡർ ഫയൽ ലീക്ക് ചെയ്തതിന്റെ പിന്നിൽ സാൻഡ്രയുടെ കുബുദ്ധിയാണെന്ന് ഞാൻ മറച്ചു വെച്ചതിൽ തനിക്ക് ദേഷ്യമുണ്ടല്ലോ? ഇല്ല സർ, ഒരിക്കലും ഇല്ല. സാന്ദ്ര മാഡത്തിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ. സാറിൽ നിന്നും എന്നെ അകറ്റാൻ അവരെപ്പോഴും ശ്രമിക്കും. നമ്മുടെ ഈ ബന്ധം ആർക്കും മനസ്സിലാവില്ല സർ. എന്റെ അച്ഛന് പോലും അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഹലോ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സോറി, തന്നെ അറിയിക്കാതെ പെട്ടെന്നൊരു യാത്ര ചെയ്യേണ്ടി വന്നു. ഇന്നലെ രാത്രി തന്നെ എമർജൻസി ആയിട്ട് ബാംഗ്ലൂർക്ക് വരേണ്ടി വന്നു. തന്നെ ഫോൺ ചെയ്യാൻ സമയം കിട്ടിയില്ല. കമ്പനിയുടെ ഒരു അത്യാവശ്യ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാ വന്നിരിക്കുന്നു. ഇന്ന് മടങ്ങി വരുമോ നാളെ മടങ്ങി വരുമോ എന്നൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുവരെ തന്നെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമമുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഞാൻ മനസ്സുകൊണ്ട് തന്റെ കൂടെ തന്നെ ഉണ്ട്. സത്യം പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്റെ കുടുംബത്തിലൊരു അംഗമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വന്നാലുടൻ ഞാൻ തന്റെ അച്ഛനെ കണ്ട് നേരിട്ട് സംസാരിക്കാൻ വരും. ഇനി നമുക്കിത് വൈകിട്ട് ലക്ഷ്മി. താൻ സംസാരിക്കാൻ ശ്രമിച്ചല്ലേ, നടന്നില്ല. ഇനി ഏതായാലും എനിക്കും കൂടെ ഒരു അവസരം തരും. നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായി എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ തന്നെ തന്റെ അച്ഛനോട് നേരിട്ട് ചോദിക്കാം. ഇങ്ങോട്ട് നോക്കിയേ. ഇത് കണ്ടോ? ഈ ചിരി എന്നും എന്റെ മാത്രമല്ല തന്റെ മുഖത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. See you soon. I love you, Shalashmi. I love you so much. Bye. ഇനിയിപ്പോ ഓഫീസിൽ നിന്ന് ഭയങ്കര ബോറായിരിക്കുമല്ലോ. സാറില്ലാത്ത സ്ഥിതിക്ക് ആ സാന്ദ്ര മാഡം എന്തെങ്കിലും കാരണം പറഞ്ഞ് തലയിൽ കയറാൻ വരുന്ന ഉറപ്പാ. നോക്ക്, ഇങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എനിക്കറിയാം, കൂട്ടത്തിൽ ആ റോസമ്മയുണ്ടല്ലോ. സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. റോസമ്മ എന്നാടി എനിക്ക് പ്രിയപ്പെട്ടവളായത്. ഇതൊരു പുതിയ കഥയാണല്ലോ. പുതിയതും പഴയതൊന്നുമല്ല, നിങ്ങളുടെ കഥ എന്നും ഒന്ന് തന്നെയാ. ഇന്നാള് നിങ്ങളും റോസമ്മയും കൂടെ ഓട്ടോ പിടിച്ച് നേരെ വന്നിറങ്ങിയത് എന്റെ മുമ്പില്. അത് ഞാൻ മറന്നുപോയെന്ന് കരുതിയോ നിങ്ങള്? എന്റെ ദൈവമേ, അത് ഇപ്പോഴും നീ മനസ്സിൽ വെച്ചോണ്ട് നടക്കാണോ? അത് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ കാര്യാ. മോള് കേക്കണം, ഞാൻ ഓട്ടോയിൽ വന്നപ്പോ റോസമ്മ വഴിയിൽ പെരുമഴ നനഞ്ഞു വരുന്നു. റോസമ്മ നമ്മുടെ സെബാന്റെ ഭാര്യയല്ലേ? സെബാൻ അങ്ങ് അബുദാബിയിലല്ലേ?
പെരുമഴ നനഞ്ഞു വല്ല പനിയും പിടിച്ചു കിടന്നാൽ നോക്കാൻ ആളില്ലല്ലോ എന്ന മനുഷ്യത്വം തോന്നിയിട്ടാ ഞാനെന്ന് അവളെ ആ ഓട്ടോയിൽ കൂടെ കയറ്റി കൊണ്ടുവന്നത്. അത് ഇപ്പോഴും ഇവള് മറന്നിട്ടില്ലോ എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യും? ആ അത്തരം കാര്യങ്ങളാ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകാത്തത്. റോസമ്മയ്ക്ക് പനി പിടിച്ച ഇനി നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകോ? ഇന്ന് അത് പറഞ്ഞിട്ട് കടയിൽ പോയാൽ മതി. ഹലോ ഹലോ, നിങ്ങളാണോ മിസ് ലേഡി രവിചന്ദ്രവർമ്മൻ? ഹലോ, എന്താ മനസ്സിലായില്ല? എന്ത് പണിയാണ് മാഡം കാണിക്കുന്നത്? വെറുതെ അവിടെ എവിടെയും പോയെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഫലം ഉണ്ടാവില്ല. ഒരു ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല. യുനോവായ്, നിങ്ങൾ പ്രേമിക്കാൻ തെരഞ്ഞെടുത്ത ആ രവിചന്ദ്രവർമ്മൻ ആളത്ര ശരിയല്ല. അതാണ് കാരണം. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണാവോ? ആദ്യം അത് പറയും, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി സംസാരം. ഞാൻ വെറും പരിചയക്കാരനല്ലേ. നിങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ഈ രവിചന്ദ്രവർമ്മൻ ഈ നാട് വിട്ടുപോയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ? അയാൾ മഹാതരികിടയാണ് മാഡം. നമ്പർ 1 ഉടായിപ്പ് കേസ്. ഷട്ട് അപ്പ്. രവിവർമ്മൻ സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് ഈ ലോകത്ത് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല. ഫോൺ വെച്ചിട്ട് പോടോ അവിടുന്ന്. നല്ല ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കലാണോ നിങ്ങളുടെ പണി? ബ്ലഡി ഇഡിയറ്റ്. അയ്യോ മാഡം, ഞാൻ നല്ല ആള് തന്നെയാണ്. മാഡത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. നല്ല വ്യക്തി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്റെ നന്മയുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആരും ചുമക്കേണ്ട ആവശ്യമില്ല. ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങളൊരു ഫ്രോഡാണെന്ന്. ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. സ്റ്റോപ്പ്. ശ്രീലക്ഷ്മി, ഫോൺ കട്ടിയല്ലേ പ്ലീസ്. ഹലോ, എന്റെ പൊന്ന് ശ്രീലക്ഷ്മി കുട്ടി, ഇത് ഞാനാണ്. അതല്ല, അവരുടെ ബന്ധത്തെ പറ്റി ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചത്. എന്തോന്ന്? ബന്ധത്തെ പറ്റിയോ? എന്ത് ബന്ധം? അത് അവിടെ ഈ ബന്ധം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാ നിർത്തടി. നീ എന്തർത്ഥത്തിലാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ ബന്ധം മുന്നോട്ട് പോയാലെന്ന് വെച്ചാൽ എന്താടി? എന്റെ മോളെ നീ ഈ കണ്ണിലാണോ ഇത്രയും നാളും കണ്ടത്? എന്താടി ഇതൊക്കെ? എടി എന്താണെന്നോ? കുഞ്ഞുമ്മ നിക്ക്, ഒരു നിമിഷം, ചൂടാവല്ലേ. ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നത് പതിവാ കുഞ്ഞമ്മേ. ചില ഹോസ്പിറ്റലുകളിൽ സീനിയർ ഡോക്ടേഴ്സ് ജൂനിയർ ഡോക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? ഡോക്ടറും നഴ്സും, നഴ്സും കമ്പൗണ്ടറും, നഴ്സും ആംബുലൻസ് ഡ്രൈവറും ഉൾപ്പെടെ എത്ര കല്യാണങ്ങളാ അവിടെ നടന്നിട്ടുള്ളത്. മായെടുക്കടി വൃത്തികെട്ടവളെ. നീ ആര്? ജീവിതം പഠിച്ച വലിയ പരിഷ്കാരിയോ? ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നടന്നോന്ന് വെച്ച് അതോ ഇത് എങ്ങനെ ഒന്നാവും? നോക്ക്, എനിക്ക് നിന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ല, ബുദ്ധിയുമില്ല. ഞാനത് സമ്മതിച്ചു. എന്ന് വെച്ച് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ നീ? കുഞ്ഞമ്മ, ഞാൻ മുഖം കണ്ടാലറിയാം കടൽക്ഷോഭത്തിൽ അകപ്പെട്ട കപ്പിത്താന്റെ അവസ്ഥയാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നി നിന്നെ വന്നൊന്ന് കാണണോന്ന്. ഇപ്പൊ ഞാൻ ഈശ്വരിയമ്മയോട് നിന്നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കേറിയിരിക്കെ.
അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നിന്റെ മകൾക്കുണ്ടാവും സരോജ. അവൾക്ക് മംഗല്യത്തിന് സമയമായി എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപശകനം പറയുന്നോടി നീ. സ എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നാൽ നിന്നെ കല്യാണം കഴിച്ച എന്താടി ഒരു കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? കുഴപ്പമേ ഉള്ളൂ. രവിചന്ദ്രവർമ്മൻ എന്ന പേരിൽ സ എന്ന അക്ഷരം ഇല്ല. ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന രവിചന്ദ്രവർമ്മനാ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്താടി, എന്തോന്നാ നീ ഇപ്പൊ പറഞ്ഞത്? ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ആ വലിയ മനുഷ്യന്റെ പേര് വലിച്ചഴക്കുന്നോ? രവിവർമ്മൻ സാറിന്റെ നിന്റെ കളിപ്പുള്ളയാണെന്നാണ് വിചാരം? ആരെയോ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് എനിക്ക് പണ്ടേ സംശയം തോന്നിയതാ. ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കി ചിരിക്കല്, ഫോൺ വരുമ്പോ മാറി നിന്ന് സംസാരിക്കല്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്? എന്നിട്ടിപ്പൊ പിടിക്കുമെന്നായപ്പോ രക്ഷപ്പെടാൻ വേണ്ടി രവിസാറിന്റെ പേര് പറയുന്നോ നീ? ഇനി മേലാൽ രവിസാറിന്റെ പേര് കള്ളം പറഞ്ഞു പോകരുത് നീ. ഞങ്ങൾ രണ്ടാളും പരസ്പരം പ്രണയത്തില്ല. നിർത്തടി മൂദേവി, വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നോ? അദ്ദേഹം നിനക്ക് അല്പം സ്വാതന്ത്ര്യം തന്ന് കൂടെ നടന്നു എന്ന് വെച്ച് നീ അദ്ദേഹത്തെ കയറി പ്രേമിക്കാറായോ? അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനേ വലിയ വലിയ വീടുകളിൽ 100 കണക്കിന് പെൺകുട്ടികൾ വേറെയുണ്ട്. സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള നിലയും വിലയും കരിവാരി തേക്കാൻ നീ ഒരാൾ വിചാരിച്ച നടക്കില്ല. മനസ്സിലായോ? അയ്യോ എന്റെ അമ്മ, ഞാൻ അമ്മയെ എങ്ങനെയാ ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എനിക്ക് എന്ത് തെളിവ് നൽകാൻ പറ്റും? അമ്മ അമ്മ നോക്കമ്മ, ഈ മോതിരം എനിക്ക് രവിവർമ്മൻ സാർ എന്റെ വിരലിലിട്ട് വന്ന്. അമ്മ, ഞങ്ങളുടെ മോതിര കല്യാണം കഴിഞ്ഞതാ. ഇന്നാളൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഓഫീസിൽ പോയിട്ട് വരാന്ന് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഓഫീസിൽ പോയില്ല അമ്മ. പോയത് രവിവർമ്മൻ സാറിന്റെ വീട്ടിലേക്കാ.